ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാളികേര ദോശയുടെ റെസിപ്പി ആയിട്ടാണ്, കോക്കനട്ട് ദോശ. അപ്പോൾ ഇതിന് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല, അതുപോലെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മസാല കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. കുക്കറിലാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് പാലപ്പത്തിനോടൊപ്പം ഇടിയപ്പത്തിനോടൊപ്പം എല്ലാത്തിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നിങ്ങളൊന്നും മിസ് ചെയ്യാതെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, കൂടി പോകരുത്, എങ്കിൽ ചെറുതായിട്ടൊരു കയ്പ്പ് രസം ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചൊരു 3-4 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കുന്നത്. കാരണം നമ്മൾ ആ വെള്ളം നമ്മൾ അധികമായിട്ട് കളയുന്നില്ല, അത് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു 3-4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഈ വെള്ളം കളയരുത്. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം, നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഫസ്റ്റ് ബാച്ച് ഒന്ന് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. അപ്പോൾ ഞാനിവിടെ ഏത് ചോറ് വേണോ എടുക്കാം കേട്ടോ. വെള്ള അരിയുടെ ചോറോ അല്ലെന്നുണ്ടെങ്കിൽ ചമ്പാവരിയുടെ ചോറോ എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു 1/2 കപ്പ് അളവിൽ എടുക്കുക. ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് ചേർക്കുന്നത് 1 കപ്പ് അളവിൽ തേങ്ങയാണ്. 1 കപ്പോ അതിൽ കൂടുതലോ അളവിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇത് കോക്കനട്ട് ദോശയാണല്ലോ, അതുകൊണ്ട് തേങ്ങ കൂടുതലായിട്ട് ചേർക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലൊന്ന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പ് കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ സോഡയോ ഈനോയോ അതുപോലെ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊരു 8 മണിക്കൂറൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മൾ തേങ്ങയും ധാരാളം ചേർത്തിട്ടുണ്ട്, അതുപോലെ ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മതിയാകും ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു 8 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവെല്ലാം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളിയും ഒരു 2 സവാള ചെറുതാണ് കേട്ടോ, വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും അധികം നേരം അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്ത് നമുക്ക് ഉടനെ തന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇടാവുന്നതാണ് കേട്ടോ. ഗ്രീൻ പീസോ ബീൻസോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് പക്ഷേ ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പം എണ്ണ അധികമൊന്നും ഒഴിച്ചിട്ടില്ല, 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഈ ടൈമിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊന്നും അധികം അങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വഴട്ടാൻ പറഞ്ഞതിൻ്റെ കാരണം പെട്ടെന്ന് അതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഞാനിതിലേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയുടെ ആവശ്യമില്ല നമുക്കിതിൽ, മഞ്ഞൾപ്പൊടിയും വേണ്ട, മല്ലിപ്പൊടി മാത്രം മതിയാകും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിൽ ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ വെന്തതിന് ശേഷം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഒറ്റ വിസിൽ മാത്രമേ പാടുള്ളൂ, കൂടുതലായിട്ട് വരരുത്, എങ്കിൽ അത് വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരൊറ്റ വിസിലിൽ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. നമുക്ക്
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അധികം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പക്ഷേ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു കുറുമയ്ക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, പാൽപ്പാടയും ഒരല്പം പാലുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ കാഷ്നട്ട്, കശുവണ്ടിയൊന്നും എപ്പോഴും വീട്ടിൽ കാണത്തില്ല. അപ്പോൾ പാൽപ്പാടയൊക്കെ എടുത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അല്പം പാലും കൂടെ ചേർത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാൽപ്പാടയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ പാലും, അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കുക. അല്ലാതെ പാലും പാൽപ്പാടയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനൊരു അല്പം ഏലക്കാപ്പൊടി, ഒരു നുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് മണമൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു മണവും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതും പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് പാലപ്പത്തിനോടൊപ്പം, അതുപോലെ ഇടിയപ്പം, പൂരി, ചപ്പാത്തി എല്ലാത്തിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറാണ് ഇതിന്. എല്ലാ പേരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ ഇവിടെ ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തലേദിവസം ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് തണുപ്പ് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേദിവസം ഉപ്പ് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. എങ്കിൽ അതിൻ്റെ ആ ഒരു പതഞ്ഞ് വന്ന അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോവും. അപ്പം ഞാനിവിടെ ദോശത്തവ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ദോശത്തവ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. എന്നിട്ട് മാത്രം മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പുതിയതായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. സാധാരണ തയ്യാറാക്കുന്നവർക്കൊക്കെ അത് അറിയാമായിരിക്കും. അപ്പോൾ ഒരു തവി മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബബിൾസൊക്കെ വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ദോശയാണ്, ഉഴുന്ന് ചേർക്കാത്ത. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാല കൂടി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.